വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനം 118, 8, 9 വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഈ ലോക താങ്ങുകളിൽ ആശ്രയിക്കുന്നവർ കുനിഞ്ഞ് വീണ് പോവുകയും യഹോവയിൽ ആശ്രയിക്കുന്നവർ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുകയും ചെയ്യും. സങ്കീർത്തനം 20, 7, 8 വാക്യങ്ങൾ. ഇസ്രായേലിലെ മഹാനായ ദാവീദ് രാജാവ് പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതമാകയാൽ അവനിൽ ആശ്രയിക്കണം എന്ന സങ്കീർത്തനം 62, 8. എന്തുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കണം? 1. ഈ ലോക സംഭവങ്ങളിൽ നടുങ്ങിപ്പോകാതിരിപ്പാൻ യഹോവയിൽ ആശ്രയിക്കണം. സങ്കീർത്തനം 125, 1 പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും എന്ന്. മനുഷ്യനെ കുലുക്കുകയും നടുക്കുകയും ചെയ്യുന്ന അനേക സംഭവങ്ങളാണ് ചുറ്റിലും നടക്കുന്നത്. മനുഷ്യബോംബുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തകർ, രാഷ്ട്രീയ പകപോക്കലുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, 1 വർഷത്തിലധികമായിട്ടും അവസാനിക്കാതെ തുടരുന്ന മിഡിൽ ഈസ്റ്റ് പ്രദേശത്തിലെ യുദ്ധസന്നാഹങ്ങൾ, 20 മാസത്തിലധികമായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ, ഇങ്ങനെ നടുക്കുന്ന വാർത്തകളാണ് ദിനംതോറും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മെ നടുക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. അതാ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ യഹോവയിലുള്ള ആശ്രയം ഒന്ന് മാത്രമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. സിയോൻ പർവ്വതം എപ്രകാരം ഉറച്ചു നിൽക്കുന്നുവോ അതേ വിധത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവരും ഉറച്ചു നിൽക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവരെ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയില്ല. 2. യാതൊന്നും നമ്മെ ഭയപ്പെടുത്താതിരിപ്പാൻ യഹോവയിൽ ആശ്രയിക്കണം. 56-ാം സങ്കീർത്തനം 4-ാം വാക്യം ദാവീദിൻ്റെ ഒരു ചോദ്യവും ഉത്തരവുമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിമിത്തം മനുഷ്യൻ ഭയത്തോടെയാണ് ഇന്ന് കഴിയുന്നത്. ന്യൂനമർദ്ദവും തൽഫലമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും പേമാരിയും അതോടൊപ്പം ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും നമ്മെ ഭയപ്പെടുത്തുന്നു. വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനത്തെയും അവിടെയുള്ള എല്ലാ നിർമ്മിതികളെയും ആണ് തുടച്ച് മാറ്റിയത്. ഈ വിധത്തിലുള്ള സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെയും സംഭവിക്കാം എന്നത് നമ്മെ ഭയപ്പെടുത്തുന്നു. ഭയപ്പെടുത്തുന്ന ഈ വിധ സംഭവങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? സങ്കീർത്തനം 118, 6-ാം വാക്യം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. അത് യഹോവയായ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന ഇവിടെ പറയുന്നത്. രാത്രിയിലെ ഭയത്തെയും പകൽ വരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും പേടിക്കേണ്ടതില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീണേക്കാം, എങ്കിലും അവയൊന്നും യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ അടുത്ത് വരികയില്ല. സങ്കീർത്തനം 91, 5 മുതൽ 7 വരെ. യഹോവ നമ്മുടെ പരിചയം പലകയും ആയി കൂടെയുള്ളതിനാൽ ഒരനർത്ഥവും നമ്മെ ബാധിക്കുകയില്ല. ഒരു ബാധയും നമ്മളുടെ ഭവനത്തിന് അടുത്തു വരികയില്ല. എലീശയെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന അരാം രാജാവിൻ്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട ബാല്യക്കാരൻ എലീശയോട് ചോദിക്കുന്നൊരു ചോദ്യം, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും? എലീശയുടെ മറുപടി, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. തുടർന്ന് ബാല്യക്കാരൻ കാണുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയുമാണ്. 2 രാജാക്കന്മാർ 6, 15 മുതൽ 17 വരെ. അത് യഹോവ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിന് നാം ഭയപ്പെടണം? 3. യഹോവയിൽ ആശ്രയിക്കുന്നവരെ അധികം നന്മകളാൽ അവൻ അനുഗ്രഹിക്കും. സങ്കീർത്തനം 31, 19 ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വലിയ നന്മകൾ
ഒരുക്കും എന്ന്. തൻ്റെ ഭക്തന്മാർക്ക് യഹോവ നൽകുന്ന നന്മകൾ എണ്ണി തീർപ്പാൻ കഴിയില്ല. അതുകൊണ്ട് തിന്മകൾ ഉണ്ടാകില്ല എന്നല്ല അർത്ഥം. എന്നാൽ ലഭിക്കുന്ന നന്മകൾ ജീവിതത്തിലുണ്ടാകുന്ന തിന്മകളെക്കാൾ അധികമായിരിക്കും. നന്മകളെ എണ്ണി പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന ദാവീദ് പറയുന്നത് സങ്കീർത്തനം 23:6. ദൈവം നൽകുന്ന നന്മകൾ ആയുഷ്കാലം മുഴുവനും ലഭിച്ചുകൊണ്ടേയിരിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവർ വാർദ്ധക്യകാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു വിരിക്കും. സങ്കീർത്തനം 92:14. എല്ലാവരും നമ്മെ കൈവിടും, അപ്പനും അമ്മയും ഉപേക്ഷിക്കും, എല്ലാം നഷ്ടമാകും. എങ്കിലും കർത്താവ് ഉള്ളത് കൊണ്ട് ഒരിക്കലും നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ എല്ലാ ആശ്രയവും കർത്താവിൽ വെക്കാം. എങ്കിൽ അവൻ നമ്മുടെ ശൈലവും കോട്ടയും രക്ഷകനും പരിചയും നമ്മുടെ ഗോപുരവുമായിരിക്കും. സങ്കീർത്തനം 18:2. കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയം വെപ്പാനും അവിടുന്ന് മാത്രം എൻ്റെ ആശ്രയമായിരിക്കാനും ഇടയാക്കണമേ. ആമേൻ.